മഹേഷ്, അങ്ങയുടെ വീട് ശരിക്കും കൊച്ചിയിൽ എവിടെയാണ്? കൊച്ചിയിൽ തിരുവാങ്കുളത്തിനടുത്ത് ശാസ്താമുകൾ എന്ന സ്ഥലത്ത്. എത്ര കുട്ടികളുണ്ടായിരുന്നു? ആകെ ഒരു കുട്ടിയേ ഉള്ളൂ. ഒരു കുട്ടിയുള്ളായിരുന്നു. മകളായിരുന്നു അല്ലേ? മകളായിരുന്നു. അയാൾ ഇങ്ങനെ അയാൾക്ക് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു? 16 വയസ്സ്. പഠിക്കുമായിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കുമായിരുന്നു. ടെൻഷനുള്ള കുട്ടിയായിരുന്നു? ടെൻഷൻ എന്ന് പറയാനില്ല. ഈ 16 വർഷത്തിന്റെ ഇടയ്ക്ക് എൻ്റെ മകള് ടെൻഷനായിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എപ്പോഴും ഞാൻ അവരെ ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന ഒരു രീതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കൂടെ വൈഫ് വന്നിട്ടുണ്ടോ? വൈഫ് വന്നിട്ടില്ല. വൈഫ് റിക്കവറി ആയി വരാൻ അമ്മയല്ലേ. എന്നായിരുന്നു ഇത് സംഭവിച്ചത്? ഈ കഴിഞ്ഞ 27-ാം തീയതി. ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഈ നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? തീർച്ചയായിട്ടും. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് തലേ ദിവസം ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് അമ്പലങ്ങളിൽ പോവുകയും സന്തോഷവതിയായിട്ട് പുറത്തുനിന്ന് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ഹാപ്പിയായി എല്ലാ ദിവസത്തെയും പോലെ തന്നെ അന്നും വന്നതാണ്. എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത് കുട്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളത്? ഞാൻ രാവിലെ പതിവ് പോലെ ജോലിക്ക് ഒരു 6 മണിയാകുമ്പോഴേക്കും പോകും. എവിടെയാ ജോലി ചെയ്യാൻ? എവിടെയാ പോകുന്നത്? ഞാൻ തൃപ്പൂണിത്തുറ മുളന്തുരുത്തി ആ ലൊക്കാലിറ്റിയിലൊക്കെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് എല്ലാ ദിവസവും വീട്ടിലും എത്തണ ആളാണ്. അപ്പോൾ വെളുപ്പിന് ഞാൻ ഒരു 6 മണിയായപ്പോൾ പോകുമ്പോൾ മോൾ എൻ്റെ കൂടെ എണീറ്റ് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ. രീതി എങ്ങനെയാ? ഒരുപാട് വൈകിയിരുന്ന് പഠിക്കുവോ അതോ രാവിലെ എഴുന്നേൽക്കുവോ? രാവിലെ എൻ്റെ കൂടെ ഒരു 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കും. 5 മണിക്കാണ് രാവിലെ എൻ്റെ കൂടെ. സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ചോറ്റാനിക്കര +1 പഠിച്ചിരുന്നത്. അപ്പം ഞാൻ ജോലി സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു വിവരം അറിയുന്നത്. ഓക്കെ. അവിടെ സ്കൂളിൽ പോകുന്ന വഴിക്കാണോ? അതെ, സ്കൂളിൽ പോകുന്ന വഴി. അവിടെ എനിക്ക് സ്കൂൾ ബാഗുമായിട്ടൊക്കെ പോയി സ്ഥിരം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ അന്നും 7:45 സ്കൂളിലേക്ക് പോകുന്നു എന്നും പറഞ്ഞ് രാവിലെ കഴിക്കാനുള്ള ടിഫിൻ കഴിച്ചു. ഉച്ചത്തേക്കുള്ള ഫുഡ് കരുതി, കുടിക്കാനുള്ള വെള്ളവും വരെ കരുതിക്കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണെന്നും പറഞ്ഞു അമ്മയോട് ടാറ്റയും പറഞ്ഞു പോയ ആളാണ്. അവിടെ ഈ വെള്ളത്തിൽ ചാടി ഈ പാറമട വീടിനടുത്ത് തന്നെയാണ്. ആണോ? നേരത്തെ ഈ പാറമടയുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടോ? അവിടെ അതുവഴിയാണോ സ്കൂളിൽ പോകുന്നത്? അതുവഴി തന്നെയാണ്. ജനിച്ചു വളർന്ന അവിടെ തന്നെയാണ്. കുട്ടികൾക്ക്, അവിടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. അല്ല, ആ സമയത്ത് വേറെ ആരും കണ്ടിട്ടൊന്നുമില്ലായിരുന്നു ഇവിടെ പിന്തിരിപ്പിക്കാൻ വേണ്ടി? അതില് കൂടുതലും ആൾയാത്ര കുറവുള്ള ഏരിയ. കൂട്ടുകാരികളൊക്കെ ഉള്ള ആളായിരുന്നു? കൂട്ടുകാരികളുണ്ട്. സാധാരണ സ്കൂളിലേക്ക് എങ്ങനെ പോകുന്നത്? ഒന്നിച്ചു പോകുമോ? സ്കൂളിലേക്ക് വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 50 മീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പായി അവിടെ നിന്ന് ബസ്സിന് കയറിയാണ് സ്കൂളിൽ. ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും, അവരുടെ കൂടെയാണ് ബസ്സിന് പോകുന്നത്. ഈ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കുട്ടിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമോ? തീർച്ചയായിട്ടും. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം, അതായത് ഭാര്യയോടും മകളോടും സംസാരിക്കാൻ ഞാൻ പ്രത്യേകം സമയം കണ്ടെത്തുമായിരുന്നു. വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവരെയൊക്കെ വിളിക്കുമോ? ഫോണിൽ വിളിക്കും? തീർച്ചയായിട്ടും. ഞാൻ ഉച്ചയ്ക്കൊക്കെ വിളിച്ച് അന്വേഷിക്കും. മോൾക്ക് മൊബൈൽ ഫോൺ എന്ന് പറയാൻ കാര്യം, മോള് സ്കൂളിൽ വെച്ചൊന്ന് വീഴുകയുണ്ടായി. മുട്ടിന് ചെറിയൊരു ഇത് പറ്റിയതിന് ശേഷം മോൾക്ക് സ്ഥിരമായി ഫോൺ കൊടുത്തു വിടാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ വഴിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞങ്ങൾക്ക് അറിയണമല്ലോ വിവരം. അതിനുവേണ്ടി സ്ഥിരം ഫോൺ, അതൊരു 1-1.5 മാസം ആയിട്ടുണ്ടാവുള്ളൂ അത് സ്ഥിരമായി കൊടുത്തു വിടാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മൊബൈൽ ഇല്ലാതെ പറ്റില്ല. മൊബൈൽ ഉപയോഗിക്കാതെ പറ്റില്ല. എപ്പോഴും ഈ അസൈൻമെന്റും കാര്യങ്ങളും എല്ലാം ഓൺലൈനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.